യാതൊരു പരിചയപ്പെടുത്തലും അർഹിക്കാത്ത വേണ്ടാത്തെന്ന് ഉദ്ദേശിച്ചത് വീടാണെങ്കിൽ 6 പേര് ഒരേപോലെ വീഴണം, അല്ലാതെ മുമ്പേ പുറകെ പോകാൻ പറ്റില്ല. നമ്മുടെ മലയാളം ആക്ടേഴ്സിന്റെ അത്രയും സ്പോണ്ടേനിറ്റി ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പുള്ളി വഴക്ക് പറയുന്നല്ല, പുള്ളിക്കാരൻ പെർഫെക്റ്റ് ആയിരിക്കും. എനിക്ക് മമ്മൂക്കന്റെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര എന്താ പറയുക, സുവർണ നിമിഷങ്ങൾ എന്നൊക്കെ പറയാമോ, അങ്ങനെ എന്തെങ്കിലും പറയാം. പുതിയ എന്തെങ്കിലും ചെയ്യാത്തൊരു സംഭവമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കും അതിലേക്ക് ഒരു കോൺസെൻട്രേഷൻ കൂടും. ഈ അമ്മയതിന് ശേഷമുള്ള മാറ്റം എന്തൊക്കെയാ തോന്നുന്നത്? അപ്പൊ എന്റെ മാത്രം പ്രശ്നമല്ല, ചിലർക്കും ഇതേ കുഴപ്പമുണ്ടെന്ന്. എന്തോ അതിന് ആവശ്യമായിട്ടുള്ളൊരു മാനസിക വളർച്ച നമുക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം അപ്ഡേറ്റ് ചെയ്യുന്ന സ്വഭാവമില്ല, കുറച്ച് എനിക്ക് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാറില്ല. മാറി നിൽക്കണം എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ. ഹായ്, ഹലോ, നമസ്കാരം. യാതൊരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത 10 വർഷത്തിലധികമായി മലയാള സിനിമയിലെ നായികമാരിൽ മുൻനിരയിൽ നിൽക്കുന്ന മിയയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. സ്വാഗതം മിയ. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ വീണ്ടും കാണാൻ പറ്റുന്നത്. ആദ്യം തന്നെ അറിയേണ്ടത് കുഞ്ഞുവാവ് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കുഞ്ഞുവാവ് വന്നതിന് ശേഷമുള്ള മിയ എങ്ങനെയാണ്? കുഞ്ഞുവാവ് വന്നതിന് ശേഷം കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചുറ്റും എപ്പോഴും അമ്മമാരെയും പിള്ളേരെയും ഒക്കെ കണ്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിക്ക് 3 പിള്ളേരുണ്ട്. അപ്പോൾ ഈ മദർഹുഡ് എന്ന് പറയുന്നതും പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നതൊന്നും എനിക്ക് ഒരു പുതുമയുള്ളൊരു കാര്യമേ അല്ല. ഇപ്പോൾ പുതുതായിട്ട് 4ാമത്തെ ഒരു ആളെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ എനിക്കിത് ഫീൽ ചെയ്യുന്നുള്ളൂ. കാരണം വീട്ടിൽ ഓൾറെഡി 3 പിള്ളേരെ നമ്മൾ വളർത്തി നമുക്ക് ശീലമുള്ളതാണ്. അപ്പോൾ ഇതൊരു 4ാമത്തെ ആളെ ഹാൻഡിൽ ചെയ്യുന്ന പോലത്തെ ഒരു കാര്യമായിട്ടേ തോന്നിയുള്ളൂ. പിന്നെ എന്താ പറയുന്നത്, ഈ ആദ്യമേ ഉണ്ടായിരുന്ന ഉറക്കം പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഒരു പുതുമയായിട്ട് തോന്നിയത്. മറ്റേത് നമ്മൾ ചേച്ചിയുടെ പിള്ളേരെയൊക്കെ ഹാൻഡിൽ ചെയ്യുമെങ്കിലും ആ ഒരു ഉറക്കം ഒഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടി വരുന്നില്ലല്ലോ. അതൊക്കെയാണ് ബേസിക്കലി എനിക്ക് പുതുമയായിട്ടൊക്കെ തോന്നിയത്. ഒരു എന്താ പറയുന്നത്, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ കുഞ്ഞിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ നോക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ബട്ട് അത് വാവയുടെ ഒരു ചിരിയൊക്കെ കാണുമ്പോൾ നമ്മളതൊക്കെ ആള് പൊതുവെ അങ്ങനെ വാശിക്കാരനൊന്നും അല്ല, കുഴപ്പമില്ല. നമുക്ക് ഇതുവരെ ഒരു കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കുസൃതി ചിലപ്പോൾ ഇനി തുടങ്ങായിരിക്കും, അറിയില്ല. ഈ കുഞ്ഞല്ലേ, അത് തുടങ്ങാറായിട്ടില്ല. ഈ അമ്മയതിന് ശേഷമുള്ള മാറ്റം എന്തൊക്കെയാ തോന്നുന്നത്? അമ്മയതിന് ശേഷം അങ്ങനെ എനിക്കൊരു മാനസികമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു എന്നൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം നമ്മളുടെ മനസ്സിലാണ് നമ്മൾ ചെറുപ്പം സൂക്ഷിക്കേണ്ടതെന്ന് പറയില്ല. ആ ഒരു ചെറുപ്പം എനിക്ക് മനസ്സിൽ ഞാൻ അങ്ങനെ അമ്മയായി അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. നമ്മൾ കൊച്ചിനെ ഒരു കുഞ്ഞു എല്ലാം നമ്മൾ ഏറ്റവും സൈഡ് നമ്മൾ ചെയ്ത് കൊടുക്കണം, കളിപ്പിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ വർക്കും കാര്യങ്ങളും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ എൻജോയ് ചെയ്യുന്നു, മദർഹുഡ് എൻജോയ് ചെയ്യുന്നു. ഓക്കെ, അതെന്തായാലും ഇഷ്ടപ്പെട്ടു. ഈ പൊതുവെ ഈ അമ്മമാരെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അമ്മയായി കഴിഞ്ഞാൽ പൊതുവെ മാറി നിൽക്കുന്ന ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പൊതുവെ ഇപ്പോൾ കാണുന്നത്, സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ നായികമാരൊക്കെ. പക്ഷെ മിയ വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ്, ഭയങ്കര തിരക്കൊക്കെയാണ്. ഇങ്ങനെ അത് ഭർത്താവൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണോ ഇറങ്ങിയത്, അല്ലെങ്കിൽ സിനിമയുടെ എന്നും സിനിമ കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്? എനിക്ക് എപ്പോഴും ജോലി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മുടെ പ്രൊഫഷൻ ഇതാണ്, കുറേ വർഷമായിട്ട് നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പണിയെ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ബേബി ഉണ്ടായ സമയത്ത് അതിനാവശ്യമായിട്ടുള്ളൊരു ബ്രേക്ക് ഞാൻ എടുത്തിരുന്നു, ഡെലിവറി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ വർക്കും ഞാൻ ആ സമയത്താണെങ്കിലും ഞാൻ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ മാറി നിൽക്കണം എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ വർക്കും നമ്മുടെ ഫാമിലി ലൈഫും രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ 10th എക്സാം കഴിഞ്ഞത് മുതലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പം മുതൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് മാറി നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാത്തൊരു ഫീലിംഗ് ആണ്. അപ്പം എനിക്കങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതും ഇഷ്ടപ്പെടുന്നില്ല, വരത്തില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഇനിയും
അത് തന്നെയാണ് പ്ലാൻ. ലക്കിലി അവൻ ഇതുവരെയും സഹകരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഈ സെലിബ്രിറ്റികളൊക്കെ പ്രത്യേകിച്ച് നായികമാരൊക്കെ അമ്മമാരാകുന്ന സമയത്ത് അവരുടെ ആദ്യ മാസം തൊട്ടുള്ള ഫോട്ടോഷൂട്ടിൽ ഇങ്ങനെ കാണാം. പക്ഷേ അല്ല, അങ്ങനെയാണല്ലോ നമ്മളിപ്പം വീഡിയോസിലായാലും ഫോട്ടോകളായാലും ഓൺലൈൻ മീഡിയാസിലായാലും ഇവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ ഞാൻ കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല, മീൻ്റെ ഫോട്ടോ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അതാണ്, ഇവിടെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. എന്തുവായിരുന്നു അതെന്റെ പേഴ്സണൽ കാര്യമാണ്, അതിങ്ങനെ എല്ലാവരും അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയിട്ടാണോ? കോവിഡിന്റെ ടൈമിലായിരുന്നു എൻ്റെ കല്യാണവും, കോവിഡ് ടൈമിലായിരുന്നു. എൻ്റെ ഡെലിവറി ഒക്കെ ആ ഒരു സൺഡേ ലോക്ക്ഡൗൺ ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് എൻ്റെ ഡെലിവറി ഒക്കെ പോലും നടന്നത്. അപ്പോൾ ടോട്ടലി കോവിഡിൻ്റെതായിട്ടുള്ള നമ്മളിങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മളധികം ആൾക്കാരെ പുറത്ത് നമ്മൾ അധികം പരിപാടികൾക്കൊന്നും പോകുന്നില്ല, ആളുകളെ മീറ്റ് ചെയ്യുന്നില്ല, മാക്സിമം നമ്മൾ വീട്ടിലായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പം നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഒതുങ്ങുന്ന ഒരു പീരീഡിൽ ഇത് സംഭവിച്ചു. പിന്നെ എനിക്ക് ആദ്യം 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ഇനി കുറച്ച് കഴിയുമ്പോൾ പറയാം, കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആട്ടെ ഇതിങ്ങനെ വെച്ച് അതിങ്ങനെ സംഭവിച്ചാണ്. പിന്നെ എനിക്ക് ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ പിന്നെ ഇതായി കഴിയുമ്പോൾ കൊച്ചിൻ്റെ ആയിട്ട് പറഞ്ഞാൽ മതി എന്നങ്ങനെ തോന്നി. എനിക്കങ്ങനെ എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നൊരു സ്വഭാവം എനിക്കില്ല. വളരെ ഇപ്പം ഇൻസ്റ്റ ആണെങ്കിലും എന്താണെങ്കിലും ഒക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പോസ്റ്റുകൾ കുറവാണ്. എന്തെങ്കിലും പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ മാസം പോയ യാത്രയെ കുറിച്ച് ഇപ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇങ്ങനെ നമ്മൾ ഗാലറിയിൽ എന്തെങ്കിലും നോക്കിയില്ല അപ്പം അപ്ഡേറ്റ് ചെയ്യുന്ന സ്വഭാവമില്ല. കുറച്ച് എനിക്ക് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാറില്ല. ചിലത് നമുക്കൊരു മൂഡുണ്ടെങ്കിൽ ഇടും, അല്ലെങ്കിൽ ഇടില്ല, അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് അങ്ങനെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അങ്ങനെ പറയണം എന്നെനിക്ക് ആ സമയത്ത് എനിക്കങ്ങനെ തോന്നിയില്ല. ഓക്കെ, ഇപ്പൊ മേയുടെ സിനിമയിലേക്കൊക്കെ വരുവാണെങ്കിൽ ആദ്യ സിനിമ ചേട്ടായിസ്. ഇപ്പൊ ചേട്ടായിസില് ഭയങ്കര സ്വാർത്ഥതയുള്ള ഒരു ഭാര്യയായിരുന്നു, പോസസീവ്നെസ് ഉള്ള ഒരു ഭാര്യയായിരുന്നു. പിന്നെ പാവാട നോക്കുവാണെങ്കിൽ ഭയങ്കര നിഷ്കളങ്കയായ ഒരു ഭാര്യ. ഇപ്പൊ ലാസ്റ്റ് സുരാജേട്ടന്റെ കൂടെയുള്ള സിനിമ ലൈസൻസ് നോക്കുവാണെങ്കിൽ അതിൽ എവിടെയെങ്കിലും ഒക്കെ അസ്ഥാനം കയറി അബദ്ധം പറയുന്ന കുറച്ച് കുശുംബിയായിട്ടൊക്കെ ഉള്ള ഒരു ഭാര്യ. യഥാർത്ഥത്തില് ഭാര്യ എങ്ങനെയാണ്? ഈ ക്യാരക്ടറായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? എന്തെങ്കിലും ക്യാരക്ടറൊക്കെ നോക്കുക? യഥാർത്ഥത്തിലുള്ള ഞാൻ നിങ്ങള് ഇന്റർവ്യൂവിലും എല്ലാത്തിലും ഒക്കെ നമ്മളുടെ റിയൽ സ്വഭാവം തന്നെയാണല്ലോ കാണുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫ് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു ലൈക്ക് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ എന്നൊരു ഒരു അതൊക്കെ നമുക്ക് വന്നു ചേരുന്ന ജീവിതത്തിൽ വന്നു ചേരുന്നൊരു കാര്യങ്ങളാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ടേമും കൂടെ നമ്മുടെ ഇതിലേക്ക് വന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അങ്ങനെ ഒരു മാറ്റം അങ്ങനെ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എപ്പോഴും ഉള്ള പോലെ തന്നെ തോന്നുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ഞങ്ങൾ ആക്ച്വലി ഗേൾസ് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂട്ടത്തിൽ ചിലർക്കൊക്കെ പിള്ളേരൊക്കെ ആയി. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട്, നമ്മളിങ്ങനെ കൂട്ടം കൂടി ഇരിക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും പഴയ ഇതിലേക്ക് പോകും. നമ്മൾ സ്കൂൾ ഡേയ്സിലേക്ക്, നമ്മൾ ഗേൾസ് ഗ്യാങ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സ്കൂളിലെ നമ്മൾ പഴയ ഒരു ഇതിലേക്ക് പോകുമല്ലോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും കൂടെ പറഞ്ഞതേ ഉള്ളൂ, നമ്മളൊക്കെ കല്യാണം കഴിച്ചു, നമുക്കൊക്കെ പിള്ളേരായി, പക്ഷേ എന്തോ അതിന് ആവശ്യമായിട്ടുള്ളൊരു മാനസിക വളർച്ച നമുക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കും. അപ്പം എൻ്റെ മാത്രം പ്രശ്നമല്ല, മറ്റുള്ള ചിലർക്കും ഇതേ കുഴപ്പമുണ്ടെന്ന്. നമുക്ക് ആ ഒരു മെച്യൂരിറ്റി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, വേറെ ആരെങ്കിലും കുറിച്ച് പറയുകയാണെങ്കിൽ, ആ ചേച്ചിയൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിയ ചേച്ചിയാ എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ നമ്മൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നു 10ാം ക്ലാസ്സൊക്കെ ഒരു പ്രായമാണോ, നമ്മൾ കൊച്ചല്ലേ എന്ന് പറയും. നമ്മൾ കോളേജിൽ കയറുമ്പോഴത്തേക്കും ലൈക്ക് 10ൽ പഠിക്കുമ്പോൾ നമ്മൾ കോളേജിലെ ചേച്ചിമാർ വലിയ ചേച്ചിയാ, കോളേജിൽ പഠിക്കുന്ന ചേച്ചിയാ വലിയ കാര്യമായിട്ട് പറയും. പക്ഷെ നമ്മൾ കോളേജിലെത്തുമ്പോൾ നമ്മളൊന്നും ആയിട്ടില്ല, അങ്ങനെ തോന്നില്ലേ? അതേ ഒരു ഫീലിംഗ് ആണ് എനിക്കൊന്നും. അമ്മയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ആളായി അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല, മനസ്സിൽ ഫീൽ ചെയ്യുന്നില്ല. ബട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും കുട്ടിയാണ്. മനസ്സിലെപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല. ഓക്കെ, ഈ സിനിമകളെ സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയാണ് എടുക്കാറ്? അതായത് ഹസ്ബൻഡോ അഭിപ്രായം ചോദിക്കാറുണ്ടോ? അതല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന ആള് ഒരു ക്യാരക്ടർ വരുമ്പോൾ അത് ഞാൻ എടുക്കണോ, എനിക്കത് പറ്റുമോ എന്നറിയാം, ഏതെങ്കിലും സിനിമയിലെ ഗോഡ് ഫാദർ എന്നൊക്കെ കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഗോഡ് ഫാദർ ആയിട്ടോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ഫാമിലിയോട് തന്നെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. കഥയൊക്കെ കേൾക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. പക്ഷെ ഹസ്ബൻഡിന് ഈ ഫീൽഡായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കക്ഷിയാണ്. അപ്പോൾ ഒരു സിനിമയായിട്ടോ ഒരു കണക്ഷൻസും ഇല്ല.
അപ്പോൾ ഞാൻ കഥ കേട്ടാലും ഞാനിങ്ങനെ പെട്ടെന്ന് ചില പേരുകൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡ്യൂസറിൻ്റെ പേരോ ഡയറക്ടറിൻ്റെ പേരോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ആരാന്നങ്ങനെ കറക്റ്റായിട്ട് അറിയത്തൊന്നുമില്ല. അപ്പോൾ ഇന്ന സിനിമയിലെ ഇന്ന ആളെന്നൊക്കെ പറഞ്ഞു കൊടുത്താലാണ് പുള്ളി അത് കണക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഥയൊക്കെ ഞാൻ കേൾക്കും, ഞാൻ എന്നിട്ട് ഇന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഇന്ന പോലെയാണ് ആ ക്യാരക്ടർ, ഇങ്ങനെയാണ് ആ സിനിമ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കൺഫ്യൂഷൻ, എൻ്റെ ഡൗട്ട് എന്താണെന്നുള്ളത് കേട്ടിട്ട് അതിനുള്ള സജഷൻസ് ഒക്കെ പറഞ്ഞു തരും. ചൂസ് ചെയ്യാനും ചൂസ് ചെയ്യാതിരിക്കാനുള്ള ഫ്രീഡം എനിക്കാണ്. എന്നെ ഫോഴ്സ് ചെയ്യുകയില്ല, അതായത് ഇഷ്ടമില്ലാത്തത് എന്നെ ചെയ്യാൻ ഇതാക്കുകയില്ല. എന്നാൽ സിനിമയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പുറകെ ഇരുത്തുകയല്ല. എന്നെ ഇവിടെ ആണെങ്കിലും എന്നെ കൊണ്ടുവന്നിരിക്കുന്ന പുള്ളിക്കാരൻ തന്നെയാണ്. അപ്പോൾ ടോട്ടലി സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. നേരത്തെ മമ്മിയായിരുന്നു, മമ്മിയുടെ അടുത്തായിരുന്നു ഡിസ്കഷൻസും ഈ ഷൂട്ടിന് വരലും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ടോട്ടലി പുള്ളിക്കാരനത് ഏറ്റെടുത്തു. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ സിനിമയിൽ കാണുകയാണെങ്കിൽ പോലും കൂടുതലും നായിക വേഷങ്ങൾ അല്ലെങ്കിൽ അത്രയും പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടർ അങ്ങനെയാണ് കൂടുതലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ്. ഇനി നാളെ ഒരു പക്ഷെ ഒരു കൊടും ഭീകരയുടെ ഒരു റോള് വന്ന് ചെയ്യോ? എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്. നമ്മള് പുതിയ എന്തെങ്കിലും ചെയ്യാത്തൊരു സംഭവമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കും അതിലേക്ക് ഒരു കോൺസെൻട്രേഷൻ കൂടും, നമുക്കും ഒരു ഫ്രഷ്നെസ് തോന്നും. അതൊരു രസമാണ്. എല്ലാ ആക്ടേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അതെന്തായാലും തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. ഓക്കെ, ഇപ്പം സിനിമയിലാണെങ്കിലും നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചു, പൃഥ്വിയുടെ കൂടെ അഭിനയിച്ചു, മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ട് തമിഴിലേക്ക് നോക്കുകയാണെങ്കിൽ വിക്രത്തിൻ്റെ കൂടെ പോലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ഒരു നല്ലൊരു മൊമെന്റ് പറയാൻ പറ്റിയ ഏതെങ്കിലും പറയാനുണ്ടോ? ഒരു മൊമെന്റ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം? ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം എനിക്ക് മമ്മൂക്കൻ്റെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ അവസരം വന്നപ്പോഴും കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്ന മൊമെൻറ്റും ഒക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, എൻ്റെ ലൈഫിലെ ഒരു പ്രഷ്യസ് മൊമെൻ്റായിട്ട് ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ഇൻട്രാക്ട് ചെയ്തതൊക്കെയാണ് എൻ്റെ എന്താ പറയുക സുവർണ്ണ നിമിഷങ്ങൾ എന്നൊക്കെ പറയാമോ, അങ്ങനെ എന്തെങ്കിലും പറയാമോ? അപ്പം ഞാൻ ഇന്ന ആളുടെ ഫാൻ ഗേളാണ് എന്ന് പറയാൻ പറ്റുന്ന നടന്മാരോ നടിമാരോ അങ്ങനെ ആരെയാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സിനിമയിൽ തന്നെ? അങ്ങനെ നമുക്ക് ഇഷ്ടം തോന്നിയ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ, നമ്മുടെ മലയാളത്തിലെ ആക്ടേഴ്സ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. കാരണം നമ്മളുടെ സിനിമയിൽ, അതായത് നമ്മുടെ മലയാളം സിനിമയിൽ ഇപ്പം ഒരു ഡാൻസ് എടുക്കുകയാണെങ്കിലും പാട്ടെടുക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും അധികം സമയമൊന്നുമില്ല. നമ്മൾ കുറച്ചൊരു 10-35 ദിവസത്തിൽ ഷൂട്ട് തീർക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഇൻഡസ്ട്രി അങ്ങനത്തെ ഒരു രീതിയാണ്. നമ്മൾ പുറത്തെ ഒരു രീതിയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ഇവർക്കൊരു സ്ക്രിപ്റ്റ് സെഷനുണ്ട്, ഇതിൻ്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം നടക്കും. പാട്ടൊക്കെ ആണെങ്കിലും ഡാൻസൊക്കെ മുമ്പേ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് വെച്ച് അതൊക്കെ ഒരുപാട് റിഹേഴ്സലും കുറേ ദിവസത്തെ റിഹേഴ്സലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഷൂട്ടിന് വേണ്ടി വരുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സും മേക്കപ്പും എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്ന് സ്പോട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും കൊറിയോഗ്രാഫർ നമ്മളെ സ്റ്റെപ്പ് കാണിച്ചു തരുന്നത്. നമ്മളത് അപ്പം കണ്ടു, അപ്പം പഠിച്ചു, അപ്പം കളിച്ചു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളം ആക്ടേഴ്സിൻ്റെ അത്രയും സ്പോണ്ടേനിറ്റി ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മറ്റുള്ളവർ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിവിടെ വളരെ ചെറിയ ടൈമിലാണ് നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും നമ്മുടെ മലയാളം ആക്ടേഴ്സിനോട് എപ്പോഴും അതിൻ്റെ കാര്യത്തിൽ നമ്മളെ തന്നെ സമ്മതിക്കണം എന്ന് തോന്നാറുണ്ട്. സിനിമയിൽ ഏറ്റവും കൂടുതൽ ക്ലോസ് ഫ്രണ്ട്സ് ആരാണ്? സിനിമയിൽ ഫ്രണ്ട്സുണ്ട്. ഞാൻ പക്ഷേ എന്താ പറയുന്നത്, ഒരു എവറി ഡേ മെസ്സേജ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയില്ല. നമുക്ക് കൂട്ടുകാരുണ്ട്, പക്ഷേ എല്ലാ ദിവസവും ഡെയിലി ബേസിസിൽ മെസ്സേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരാവശ്യം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും അവരുടെ വർക്ക് കാണുമ്പോഴോ അങ്ങനെ വിളിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഭാവന ഒരു ഫ്രണ്ടാണ്. അനുശ്രീ, നമിതയ്ക്ക് ഇന്നലെ കൂടെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കോണ്ടാക്റ്റിലുണ്ടാവും എപ്പോഴും. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഏത് ക്യാരക്ടർ അഭിനയിച്ചപ്പായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിയത്, അത് ആ ക്യാരക്ടർ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വന്ന് അങ്ങനെ ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഉണ്ടോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്നത്? കുറേ ടേക്ക് എടുക്കേണ്ടി വന്നത് കോബ്ര എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ആ സിനിമയിൽ അവസാനമുണ്ട്, ടുവേർഡ്സ് ദ എൻഡ്
ഒന്ന് രണ്ട് 5-6 പേര്, നമ്മൾ ആ ഒരു 6 വിക്രം സാർ ഉൾപ്പെടെ ഒരു 6 പേര് ഒരുമിച്ച് ലൈനായിട്ട് ഇങ്ങനെ നിന്നിട്ട് വീഴുന്നൊരു ഷോട്ടാണ്. അപ്പം എല്ലാവരും ഒരേപോലെ വീഴണം. അപ്പോൾ വീഴാൻ പറ്റിയില്ല എന്നാണോ? അല്ല, ഒരേപോലെ. അതായത് ഇപ്പം വീഴാണെങ്കിൽ 6 പേര് ഒരേപോലെ വീഴണം, അല്ലാതെ മുമ്പേ പുറകെ പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ റീടേക്ക് പോയായിരുന്നു. അത് പക്ഷേ കുറേ റീടേക്ക്, അതും ഫ്രണ്ടിൽ പല ആംഗിളിൽ നിന്ന് ആണല്ലോ എടുക്കുക. ഒരെണ്ണം ഫ്രണ്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേ ഇത് തന്നെ ബാക്കിൽ നിന്ന് എടുക്കും, സൈഡിൽ നിന്ന് പ്രൊഫൈലിൽ നിന്ന് എടുക്കും, അങ്ങനെ കുറേ റീടേക്സ് പോയിട്ടാണ് ആ ഒരു ഷോട്ട് ശരിയായത്. അതപ്പോൾ എല്ലാവരുടെയും ആ കൂട്ടത്തിലൊരു കുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ കുട്ടിയുടെ ടൈമിങ് പോവും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ടൈമിങ് പോവും. എല്ലാവരുടെയും ഈക്വലി ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് അത് കുറേ റീടേക്ക് പോയൊരു. ഈ വിക്രം സാറൊക്കെ എങ്ങനെയാണ് സെറ്റില്? ഈ പറയുന്ന റീടേക്ക് പോകാൻ ഒരു മടിയില്ലാത്തൊരു മനുഷ്യൻ. ഭയങ്കര സ്വീറ്റാണ്, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള. എല്ലാവർക്കും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനൊരു പേടിയോ അങ്ങനെയൊന്നും, നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്, നമുക്ക് സ്നേഹമുണ്ട്, റെസ്പെക്റ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചിലരോട് നമുക്കൊരു റെസ്പെക്റ്റ് കൂടുതൽ കാരണം നമുക്ക് മിണ്ടാൻ പോവാതിരിക്കുകയൊക്കെ ചെയ്യില്ലേ, നമ്മൾ സ്വയം ഒന്ന് ബാക്കിലേക്ക് ആവില്ലേ. നമുക്ക് വിക്രം സാറിൻ്റെ അടുത്ത് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്, പക്ഷെ ആ ഒരു മിണ്ടാനുള്ള പേടി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അദ്ദേഹം വളരെ സ്വീറ്റായിട്ട്, ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ തന്നെ ഒന്ന് പുറകോട്ട് വലിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ആയിരിക്കും ആദ്യമേ ഒരു വർത്താനം തുടങ്ങുന്നത് ചിലപ്പോൾ. അങ്ങനത്തെ ഒരു സ്വീറ്റ് പേഴ്സണാണ്. ഇപ്പോൾ പൃഥ്വിയായിട്ട് അതേപോലെ തന്നെ പാവാടയിലായാലും ഡ്രൈവിംഗ് ലൈസൻസിലായാലും ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരുപാട് പേര് അഭിനയിക്കാൻ ഒരുമിച്ചുള്ള ആൾക്കാരാണ് രണ്ടുപേര്. അപ്പം ആ ഒരു സൗഹൃദം എങ്ങനെയാണ്? സൗഹൃദം എന്ന് പറയാൻ പറ്റത്തില്ല, അദ്ദേഹം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്താ പറയുക, ഈ ലൈൻസൊക്കെ ലൈക്ക് ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെ പഠിക്കും. എന്നിട്ട് എത്ര ടേക്കോ ഏത് സജഷൻ ആണെങ്കിലോ മിഡാണെങ്കിലോ എന്ത് രീതിയിൽ ഉള്ളതാണെങ്കിലും ആ പറഞ്ഞ ഒരു വാക്കിന്, ഒരു ഡയലോഗിന് യാതൊരു മാറ്റമോ ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിലും ഈക്വലായിട്ട് പുള്ളി പറയും. അപ്പോൾ നമ്മൾ സ്പോട്ടിൽ ചെന്ന് ഡയലോഗ് പഠിക്കാം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും റോങ് ആക്കി കഴിഞ്ഞാൽ കുഴപ്പമേ പോവും. എന്നുവെച്ചാൽ പുള്ളി വഴക്ക് പറയുന്നല്ല, പുള്ളിക്കാരൻ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം നമ്മളെ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്നാൽ നമുക്കതൊരു ബാഡ് ഫീലിംഗ് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ പുള്ളിയുടെ ഒരു സീനിലൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ഡയലോഗ് ഫുള്ള് കറക്റ്റായിട്ട് പഠിച്ചിട്ടേ പോകത്തുള്ളൂ. നല്ലൊരു പ്രൊഫഷണൽ. എളുപ്പമില്ലാന്നാണോ പറയുന്നത്? എളുപ്പമല്ല എന്നല്ല, പുള്ളിക്കാരൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. അപ്പം നമ്മളും അത് മെയിൻറ്റെയിൻ കീപ്പ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ആരുടെ കൂടെ അഭിനയിക്കാനായിരുന്നു ഏറ്റവും എളുപ്പം? എന്ന് വെച്ചാൽ തെറ്റിക്കാനുള്ള ഫ്രീഡം എന്നല്ല കേട്ടോ. ഓക്കെ. എനിക്കങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ട് ആരും വന്നിട്ടില്ല കേട്ടോ. എന്നാലും കംഫർട്ടബിൾ ആരായിരുന്നു? സുരാജ് ചേട്ടനൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു. ബീച്ചേട്ടൻ വളരെ കംഫർട്ടബിൾ ആണ്. ബീച്ചേട്ടൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാ പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ? പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പൊ നടക്കുന്നത് പ്രൈസ് ഓഫ് പോലീസ് എന്ന് പറയുന്നൊരു മൂവി. ഇത് ട്രിവാൻഡ്രത്ത് ഷൂട്ട് നടക്കുന്നു. ഓൾമോസ്റ്റ് തീരാറാവുന്നു ഷൂട്ടൊക്കെ. ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ത്രില്ലർ അങ്ങനത്തെ ഒരു മൂവിയാണ്. പിന്നെ ഇപ്പം ഫിനിഷ് ചെയ്തതൊരു തമിഴ് പടമായിരുന്നു, ദി റോഡ് എന്ന് പറഞ്ഞിട്ട് തൃഷ ലീഡ് ചെയ്യുന്നൊരു ഫിലിമാണ്. അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പരിപാടി ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മൊത്തം തിരക്കാണ്? അങ്ങ് ഭയങ്കര തിരക്കൊന്നുമില്ല, പോകുന്നു, കുഴപ്പമില്ല. ഈ റോളുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇന്ന റോൾ എനിക്ക് പറ്റത്തില്ല, ഇതെനിക്ക് വേണ്ട, എനിക്ക് ഇന്നത് മതി, അങ്ങനെയൊക്കെ സെലക്റ്റീവ് ആവാറുണ്ടോ? റോളൊക്കെ സെലക്റ്റീവ് ആവുന്നുണ്ട്. ഉണ്ട്. എനിക്കങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്ന് ചെയ്യണം എന്നൊന്നുമില്ല. എനിക്ക് സമാധാനമായിട്ട്, എനിക്ക് കൊച്ചിൻ്റെ കാര്യങ്ങളും നോക്കണമല്ലോ. നമ്മൾ വീട്ടിലും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. പഴയ പോലെ അങ്ങനെ ഫുൾ ടൈം ഓടി നടക്കാൻ നമുക്ക് ഇപ്പം അങ്ങനെ തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് കംഫർട്ടബിളായിട്ട് ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് എനിക്ക് വീട്ടിലും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അടുത്തതിന് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ അത്രയും താല്പര്യമുള്ള സാധനങ്ങളെ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി എന്ത് റോള് ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ഇനി ഒരു റോള് കിട്ടിയിരുന്നെങ്കിൽ അത് ചെയ്യാൻ. എനിക്ക് സ്പോർട്സ് റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ സ്പോർട്സ് മൂവീസിൽ ഒന്നും വന്നിട്ടില്ല. എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഫിലിംസ് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. സ്പോർട്സ് പൊതുവേ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു മൂവിയിലും ഞാൻ പാർട്ടായിട്ടില്ല. പീരിയഡ് മൂവീസും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും മൂവീസിൽ പാർട്ടായാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്പോർട്സ് സിനിമയിലൊക്കെ ഇനി വരണം എന്നാണ് മെയ്യുടെ ആഗ്രഹം. ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ, ഒരുപാട് സിനിമകളിൽ ഉണ്ടാവട്ടെ. നല്ല തിരക്കുള്ള ഒരു നടിയാണ്, അത് ഇനിയും ഒരുപാട് വർഷങ്ങൾ ആ തിരക്ക് അതേപോലെ ഉണ്ടാവട്ടെ. നല്ലൊരു അമ്മയും കൂടിയാണ് ഇപ്പോൾ. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.